അറിയുന്നതിന് മുമ്പ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തുവന്ന ഒരു വാർത്താദിനമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. ആദ്യം ആ വാർത്തയിലേക്ക് തന്നെയാണ്. 300-ലധികം സീറ്റുകൾ നേടി മൂന്നാം ഊഴവുമായി നരേന്ദ്രമോദി ചരിത്രം കുറിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ഇന്ത്യ മുന്നണി 200 കടക്കില്ലെന്നും പ്രവചനമുണ്ട്. 400 എന്ന സ്വപ്ന സംഖ്യയിലേക്ക് എൻ ഡി എ എത്തില്ലെന്നാണ് ഭൂരിഭാഗം പ്രവചനങ്ങളും പറയുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി കോൺഗ്രസ് രംഗത്തെത്തി. ജനങ്ങളുടെ എക്സിറ്റ് പോളിൽ ഇന്ത്യ മുന്നണിക്ക് 295-ലധികം സീറ്റുകൾ നേടുമെന്നാണ് കോൺഗ്രസിന്റെ ട്വീറ്റ്. TP പ്രശാന്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, വലിയ വിജയം തന്നെ NDAക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ഇന്ത്യ മുന്നണി 200-ലധികം സീറ്റുകൾ കടക്കില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ അനുകൂലമായിട്ടുണ്ടോ? ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം പൂർത്തിയായിരിക്കുന്നു. ജൂൺ 4-ന് അന്തിമ ഫലപ്രഖ്യാപനം ഉണ്ടാകാനിരിക്കുമ്പോഴാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിഭാഗവും നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം എന്ന് പ്രവചിക്കുന്നതാണ്. മാത്രമല്ല 300-ലധികം സീറ്റുകളുമായി NDA അധികാരത്തിൽ ഏറും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനം. ഇത്തവണ 400 സീറ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് മോദിയും NDAയും ഇറങ്ങിയത്. എന്നാൽ ആ സ്വപ്ന സംഖ്യയിലേക്ക് എത്തില്ല എന്നാണ് ഭൂരിഭാഗം ഫലങ്ങളും പറയുന്നത്. NDA 353 മുതൽ 368 വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. അതിൽ ഇന്ത്യ സഖ്യം 118 മുതൽ 133 വരെ സീറ്റുകളിൽ വിജയം നേടും. മറ്റുള്ളവർ 43-നും 48-നും സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക്കിന്റെ മാട്രിക്സ് പ്രവചനം പറയുന്നത്. ഒപ്പം ജൻ കി ബാത്തിന്റെ പ്രവചനത്തിൽ NDAക്ക് 362 മുതൽ 392 സീറ്റുകളാണ്. ഇന്ത്യ സഖ്യത്തിന് 141 മുതൽ 161 വരെ സീറ്റുകളാണ്. ജൻ കി ബാത്തിന്റെ എക്സിറ്റ് പോൾ അടിവരയിട്ട് പറയുന്നത് ഇതാണ്. എന്നാൽ NDA 359 സീറ്റും ഇന്ത്യ സഖ്യം 154 സീറ്റും മറ്റുള്ളവർ 30 സീറ്റും നേടുമെന്നാണ് റിപ്പബ്ലിക്കിന്റെ ഭാരത് പി മാർക്കിന്റെ പ്രവചനം. എന്നാൽ ന്യൂസ് എക്സിന്റെ പ്രവചനം NDA 371 സീറ്റുകൾ നേടുമെന്നുള്ളതാണ്. ഇന്ത്യ സഖ്യം 125 സീറ്റും മറ്റുള്ളവർ 47 സീറ്റും വിജയിക്കുമെന്നും പറയുന്നു. ഇന്ത്യ ന്യൂസ് ഡൈനാമിക്സിന്റെ എക്സിറ്റ് പോളിൽ NDA 371 സീറ്റുകളും ഇന്ത്യ മുന്നണി 125 സീറ്റുകൾ നേടുമ്പോൾ മറ്റുള്ളവർ 10 മുതൽ 20 വരെ സീറ്റുകൾ വിജയിക്കുമെന്നാണ് പ്രവചനം. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമായിട്ടുള്ള ദൈനിക് ഭാസ്കറിന്റെ സർവേ ഫലങ്ങളിൽ NDA 281 മുതൽ 350 സീറ്റുകൾ വരെയാണ് അവർ പ്രവചിക്കുന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിൻ്റേത് 141 മുതൽ 201 എന്നതിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 200-ലേക്ക് എത്തും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എത്തുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു സർവേ ഫലമാണ് ദൈനിക് ഭാസ്കറിൻ്റേത്. മറ്റുള്ളവർക്ക് 33 മുതൽ 49 സീറ്റുകൾ വരെ ലഭിക്കും. ഒപ്പം ന്യൂസ് നാഷന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ NDA 342 മുതൽ 378 വരെയും ഇന്ത്യ മുന്നണി 153 മുതൽ 169 വരെയും മറ്റുള്ളവർ 21 മുതൽ 23 വരെ സീറ്റുകളിലേക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തള്ളി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇന്ത്യ മുന്നണി 290. അതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണമായി വന്നിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുകയാണ് ഇന്ത്യ മുന്നണിയിലെ ആം ആദ്മി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ.